2023 ഒക്ടോബർ മാസം തുടങ്ങി നമ്മളുടെ പെരുമ്പാവൂർ ആർബൺ സഹകരണ സംഘത്തിൽ പണം വിഡ്രോ ചെയ്യുവാൻ പിൻവലിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംഘം പ്രസിഡന്റും സംഘത്തിന്റെ സെക്രട്ടറിയുമായിട്ടും പല പ്രാവശ്യം ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുകയും 2 മാസം കഴിഞ്ഞ് ശരിയാകുമെന്ന് പറയുകയും ഉണ്ടായി. അതനുസരിച്ച് വീണ്ടും നമ്മൾ അവരുമായി ബന്ധപ്പെട്ടതനുസരിച്ച് മാർച്ച് 1-ാം തീയതി 2024 മാർച്ച് 1-ാം തീയതി ഈ ഡിപ്പോസിറ്റേഴ്സിൻ്റെ എല്ലാവരെയും വിളിക്കുകയും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് ഒരു മീറ്റിംഗ് സംഘത്തിൻ്റെ ഹാളിൽ തന്നെ നടത്തുകയുണ്ടായി. അന്ന് അവർ പറഞ്ഞത് ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നമ്മളെ അവിടെ നിന്ന് തിരിച്ചയച്ചത്. അതിനുശേഷം നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളും പഴയ സെക്രട്ടറിയും ഇപ്പോഴത്തെ സെക്രട്ടറിയും ചേർന്ന് അതിഗൂഢമായ ആലോചനകൾ നടത്തി ഇവൾ ഭൂമികൾക്ക് 3 ഇരട്ടിയും 4 ഇരട്ടിയും വില വച്ച് ലോണുകൾ സ്വന്തം പേരിലും അവരുടെ ബിനാമികളുടെ പേരിലും മാത്രം എടുത്തത് കൊണ്ട് ആണ് ഇപ്പോൾ ഈ സംഘം ഈ നിലയിലെത്താൻ കഴിഞ്ഞത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇത്രയും വെട്ടിപ്പ് നടത്തിയ ഈ സംഘങ്ങൾക്കെതിരെ ഇതുവരെയും കൃത്യമായ ഒരു നടപടിക്രമങ്ങളിലോ ഒരു സംഘവും ഇതുവരെ ഏറ്റെടുക്കുകയോ സർക്കാർ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പരമോന്നതമായ തുറന്ന സത്യമാണ്. കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ 25-ാം തീയതി ഏപ്രിൽ 25-ാം തീയതി ഞങ്ങൾ ഇതുമായിട്ട് ജോയിന്റ് രജിസ്ട്രാറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇനി വരുന്ന പൈസ ഇടപാടുകളെല്ലാം ഒരു കേരള ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും അവിടെ നിക്ഷേപിക്കുകയും അവിടെ വരുന്ന എമൗണ്ട് ഒരു നിശ്ചിത സംഖ്യ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാം എന്നുള്ളൊരു രൂപരേഖ ജോയിന്റ് രജിസ്ട്രാർ പറയും. അതനുസരിച്ച് നമ്മളുടെ സംഘത്തിലേക്ക് ഒരു നിയമാവലി ആയിട്ട് ഇവരെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും നമ്മളുടെ നിലവിലെ സെക്രട്ടറി അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവിടെ വരുന്ന തുച്ഛമായ പൈസ വീതിച്ചു കൊടുക്കുന്ന രീതിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മളുടെ PP റോട്ടിൽ ഒരു പ്രോപ്പർട്ടി ബാങ്കിൽ 3,60,00,000 രൂപ അതിന് അറ്റാച്ച്മെന്റ് ഉള്ള സമയത്ത് ഇവർ അതിന് 17 കോടി രൂപ വില മതിപ്പ് ഉദ്ദേശിച്ചുകൊണ്ട് 7,80,00,000 രൂപ ലോൺ കൊടുക്കുകയും ഇപ്പോൾ നിലവിൽ അത് 15 കോടിക്ക് പലിശയടക്കം ബാങ്കിൽ നിൽക്കുന്നുണ്ട്. അതിനകത്താണ് ഈ 10 ഭരണസമിതി അംഗങ്ങൾക്കും സെക്രട്ടറിക്കും കൂടി 14,80,00,000 രൂപയോളം ഇവർക്ക് ഫൈൻ ഇട്ടിരിക്കുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം കിട്ടുന്ന വിലക്ക് വിറ്റ് ഇവരുടെ പേരിലുള്ള കുടിശ്ശിക മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഒരു നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ സംഘം ഈ രീതിയിൽ എത്തിയിരിക്കുന്നതിന്റെ മെയിൻ ഉത്തരവാദിത്വം മുൻ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ഇപ്പോഴത്തെ സെക്രട്ടറിയും. ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളിൽ പലരും പഴയവരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഉണ്ട്. ഇവരെല്ലാവരും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് നിലവിൽ നമ്മുടെ ഈ സംഘത്തിനുള്ളൂ. ഈ കൊണ്ടുപോയിരിക്കുന്ന എമൗണ്ടുകൾ ഇവർ മാത്രമാണ്. ഇവരെല്ലാവരും മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യം നിന്നും ഒരു വസ്തുവിൽ 3 ലോണേ അനുവദിക്കാവൂ എന്നുള്ള സഹകരണ സംഘത്തിന്റെ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഒരാൾക്ക് 20 ലക്ഷം രൂപയിൽ കൂടുതൽ ലോൺ അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിയമവും സഹകരണ സംഘത്തിൽ നിലനിൽക്കുന്നതാണ്. ആ സ്ഥാനത്ത് ഇവർ ചെയ്തിരിക്കുന്നത് ഒരേ പ്രോപ്പർട്ടിക്ക് ഈ മെയിൻ ബ്രാഞ്ചിലും 1-ാം മൈൽ ബ്രാഞ്ചിലും ഒരേ പ്രോപ്പർട്ടിയുടെ മുകൾ ലോൺ പാസ്സാക്കുകയും 3 മുതൽ 39 ലോണുകൾ വരെ ഒരേ പ്രോപ്പർട്ടിക്ക് നടത്തി ഇവർ കോടികളാണ് മറിച്ചിരിക്കുന്നത്. അത് പുറമേയുള്ള ഒരു വ്യക്തികളുമല്ല, ഈ സംഘത്തിലുള്ളവരും സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിമാരും ചേർന്ന് മാത്രമാണ്. 119 കോടി രൂപയിൽ ഇവർ കൊടുത്തിരിക്കുന്നത് വെറും 65 കോടി രൂപയിൽ താഴെ മാത്രമാണ്. ബാക്കിയുള്ള പൈസ പോയ വഴിയില്ല, കണക്കില്ല. ഈ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് വരികയും നമ്മളുടെ ഈ ഫണ്ട് തിരിച്ചു പിടിക്കാൻ ഈ സംഘത്തിൽ നിന്ന് കഴിഞ്ഞാൽ, സംഘത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത്
ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിമാരിൽ നിന്നും കഴിഞ്ഞാൽ നമ്മളുടെ സംഘം രക്ഷപ്പെടും, നല്ല രീതിയിൽ വീണ്ടും പ്രവർത്തിക്കാൻ വരും. ഇത് നിലവിൽ നമ്മളുടെ സെക്രട്ടറി ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവരുടെ പ്രോപ്പർട്ടി വിറ്റ് 1.5 കോടി രൂപ അവരുടെ കയ്യിൽ വരികയും നാളെ ഇതുവരെ 1 രൂപ ഇതിലേക്ക് അടക്കുവാനോ ഇതിന് തയ്യാറായിട്ടില്ല എന്നൊരു സത്യം ഇതിനകത്തുണ്ട്. അതിനാൽ എല്ലാവിധ നടപടികൾക്കും നടപടികളുടെ മുമ്പിലും ഇവരെ എത്തിച്ച് നിസ്സഹരായ നിക്ഷേപകർക്ക് എത്രയും പെട്ടെന്ന് പണം പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ സംഘം രൂപിച്ച് മുമ്പോട്ട് പോകുന്നതിലുള്ള ഏറ്റവും വലിയ